ഇന്റർനെറ്റിൽ അനോണിമസ് ആവാനായി ഉപയോഗിക്കുന്ന VPN തന്നെ നമ്മൾ ചർച്ചയായാലും ലോകത്തെ 99% VPNകളും ഇങ്ങനെയാണ്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഫ്രീ VPNകൾ. ശരിക്കും എങ്ങനെയാണ് ഒരു VPN ഫ്രീ ആവുന്നത്? ഈ ഫ്രീ VPNകൾ യൂസേഴ്സിന്റെ ഡേറ്റ സെല്ല് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. 2015 ഇസ്രായേലിലെ ഹോള VPN ഫ്രീ VPN പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹോള VPN ഫ്രീ യൂസേഴ്സിന്റെ IP അഡ്രസ് പേ ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് എക്സിറ്റ് നോഡുകളായി അവർ നൽകി. അപ്പോൾ ഫ്രീ യൂസേഴ്സിന് കോമൺ ആയിട്ടുള്ള ഒരു VPNും പേ ചെയ്ത യൂസേഴ്സിന് ഫ്രീ ആയിട്ടുള്ള യൂസേഴ്സിന്റെ IP അഡ്രസ് ഉപയോഗിക്കാൻ പറ്റി. ഇതേപോലെ തന്നെയാണ് ഫ്രീ VPN എന്ന് പ്രചരിപ്പിച്ച ഫേസ്ബുക്കിന്റെ ഒണാവോ പ്രൊട്ടക്ട്. ഇന്റർനെറ്റ് യൂസേജ് അല്ലാതെ യൂസേഴ്സിന്റെ ആപ്സും യൂസേഴ്സിന്റെ ഹാബിറ്റും ട്രാക്ക് ചെയ്യാൻ തരത്തിലുള്ള ഒരു VPN ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക് ഇസ്രായേലുമായി കൂടി ഡെവലപ്പ് ചെയ്തത്. 2019 ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ പ്രൈവസിയെ റെസ്പെക്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് റിമൂവ് ചെയ്യാനുണ്ടായത്. അപ്പോൾ വരുന്നൊരു ചോദ്യമാണ്, പ്രീമിയം VPNകൾ സേഫ് ആണോ? അതിനുള്ള ഉത്തരമാണ് നോഡ് VPN. ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പുകഴ്ത്തി പറയുന്ന നോഡ് VPN സേഫ് ആണോ? 2018 നോഡ് VPNന്റെ ഫിൻലൻഡ് ബ്രാഞ്ചിൽ ഒരു ഹാക്ക് നടന്നു. ആ ഹാക്കിൽ പുറത്തു വന്നത് നിരവധി പ്രീമിയം യൂസേഴ്സിന്റെ IP അഡ്രസ്സ്, ഇമെയിലും അവരത് ഏതൊക്കെ സൈറ്റ് വിസിറ്റ് ചെയ്തെന്നുള്ള ഇൻഫർമേഷനുകളാണ്. എന്നാൽ ഇത് നോഡ് VPNന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കാണ്ടിരിക്കാൻ 2019 വരെയും അവർ ഇത് ഹൈഡ് ചെയ്ത് വെച്ചു. അവസാനം 2019 അവരിങ്ങനെ ഒരു ഹാക്ക് നടന്നത് യൂസേഴ്സിനെ അറിയിച്ചത്. അടുത്തൊരു പ്രീമിയം VPN ആണ് എക്സ്പ്രസ് VPN. ഇത് കേൾക്കാത്തതായിട്ട് ആരും കാണത്തില്ലല്ലോ. എക്സ്പ്രസ് VPNനെ UAEയുടെ പ്രോജക്ട് റേവൻ എന്ന സ്പൈ പ്രോഗ്രാമിനെ യൂസ് ചെയ്തതാണ്. പ്രോജക്ട് റേവന് ശേഷം കേപ്പ് ടെക്നോളജീസ് എന്നുള്ള ഇന്റർനെറ്റ് അഡ്വർടൈസിംഗ് കമ്പനി എക്സ്പ്രസ് VPNനെ വാങ്ങുകയുണ്ടായി. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. എക്സ്പ്രസ് VPN പിന്നെ യൂസേഴ്സിന്റെ യൂസേജ് ഡേറ്റ വിറ്റിട്ടായിരുന്നു കാശുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫ്രീ VPNും സേഫ് അല്ല, പെയ്ഡ് VPNും സേഫ് അല്ല. എന്നാൽ എന്താണ് ഒരു സേഫ് ആയിട്ടുള്ള VPN എക്സാമ്പിൾ? നിലവിൽ 2 VPN മാത്രമാണ് സേഫ് ആയിട്ട് റിഗാർഡ് ചെയ്യുന്നത്, മൾവാഡ് VPNും iVPNും. മൾവാഡ് VPNന്റെയും iVPNന്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഒരു ഇമെയിൽ അഡ്രസ് ഇല്ലാതെ തന്നെ ആൾക്കാർക്ക് ലോഗിൻ ചെയ്യാം. പിന്നെ ഇതിൽ പ്രൈവസി റെസ്പെക്റ്റിംഗ് ആയിട്ടുള്ള മൊണേറോ എന്ന ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചും VPNന്റെ സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്യാം.